യെസ്, നവകേരള സദസ്സിനിടെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസിനടക്കം അഭിനന്ദനം നൽകാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. മികച്ച പ്രവർത്തനം നടത്തിയെന്ന പേരിലാണ് അഭിനന്ദനം. CPM മുതൽ IG വരെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗുഡ് സർവീസ് സെൻട്രിയും പാരിതോഷികവും നൽകുക. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടേതാണ് ഉത്തരവ്. ശാലിനി ചെറുതുണ്ട്. ശാലിനി, കഴിഞ്ഞ കുറേ നാളുകൾ, ഏതാണ്ട് കഴിഞ്ഞ 36 ദിവസമായി DYFI പ്രവർത്തകരുടെയും പോലീസിൻ്റെയും ഒക്കെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും യുവമോർച്ച പ്രവർത്തകരെയും ഒക്കെ തല്ലിച്ചതച്ചതിനാണോ ഈ പാരിതോഷികം നൽകുന്നത്? മാത്രമല്ല, ഈ DYFI പ്രവർത്തന രക്ഷാപ്രവർത്തനത്തിൽ പോലീസിന് വലിയ അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. ആ അതൃപ്തിയൊക്കെ ഒന്ന് മാറ്റിവെക്കാനാണോ ഈ ഒരു പാരിതോഷികമൊക്കെ നൽകുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഉമേഷ്, കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുമ്പോൾ ആ നവകേരള സദസ്സിന് വേണ്ടി തല്ലിച്ചതച്ച് രക്ഷാപ്രവർത്തനം നടത്തി യുവമോർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച് അത് ക്രമസമാധാനത്തിന്റെ പേരിലാണ് എന്ന് വരുത്തി തീർത്ത പ്രതിസേനയ്ക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര അഭിനന്ദന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്കൊരു ഗുഡ് സർവീസ് സെന്റർ നൽകാനുള്ള തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ തല്ലിച്ചതച്ച് പുരസ്കാരം എന്നുള്ള ഒരു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മാറി എന്നുള്ളൊരു വിമർശനം ഇതോടകം തന്നെ ഈ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഇപ്പോൾ CPO മുതൽ IGP എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായി ക്രമസമാധാന ചുമതലയുള്ള ADGP ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സേവനം കാഴ്ചവെച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട മേലധികാരികൾക്കും ഗുഡ് സർവീസ് സെന്റർ നൽകുന്നു, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ഉത്തരവ് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് DIG, IGP, ADGP ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് പാരിതോഷികം ഉണ്ടെങ്കിൽ ആയതിലേക്കുള്ള ശുപാർശകൾ ഉടൻ അയക്കണമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നവകേരള സദസ്സ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസ് സേനയ്ക്ക് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് പോലീസ് അവിടെ നോക്കുകുത്തിയായി പല ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ DYFI യൂത്ത് കോൺഗ്രസിനെ യുവമോർച്ചയെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ പേര് പറഞ്ഞുകൊണ്ട് DYFI പ്രവർത്തകർ മറ്റൊരു പോലീസായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് സേനയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇടവെച്ചിരുന്നു. എന്തിനാണ് പോലീസ് നിൽക്കുന്നത് എന്നുള്ളത് അടക്കമുള്ള ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലും പല ജില്ലകളിലും ഉയരുകയും ചെയ്തു. പല ഘട്ടങ്ങളിലും പോലീസ് സുരക്ഷയുടെ ഭാഗമായി അവിടെ നിൽക്കുമ്പോൾ തന്നെ DYFI പോലീസിന്റെ വെച്ചുകൊണ്ട് പോലീസിന്റെ വാഹനം ഉൾപ്പെടെ നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയതുമാണ്. ഈ സാഹചര്യത്തിൽ ഈ ഒരു അമർഷമൊക്കെ തന്നെ നശിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു ഗുഡ് സർവീസ് എൻട്രി എന്നുള്ളൊരു നടപടിയിലേക്ക് വകുപ്പും പോലീസും കടക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയാണ്. എന്തായാലും നവകേരള സദസ്സിൽ യുവമോർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സാധാരണക്കാരുടെ പൊതുജനത്തെ കരുതൽ തടങ്കലിലാക്കുകയും ഒക്കെ സ്വീകരിച്ച പോലീസ് സേനയ്ക്കാണ് ഇത്തരത്തിലൊരു കരുതൽ സ്നേഹം വകുപ്പ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ തന്നെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക അറിവുണ്ട്, പ്രത്യേകമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഇത്തരത്തിൽ പൊതുപ്രവർത്തകരെ അയക്കുക, തന്നെ കരുതൽ തടങ്കലിലാക്കുക ുള്ള ഒരു ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാര സ്മരണയായി ഈ ഒരു ഗുഡ് സർവീസ് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനുള്ള നടപടികൾ ADGP നിർദ്ദേശപ്പെട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ജില്ലാ പോലീസ് മേധാവിമാരും ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. ആർക്കൊക്കെയാണ് ഈ പ്രത്യേക അവിടെയാണ് ശാലിനി ഒരു ചോദ്യം വരുന്നത്. ആർക്കൊക്കെയാണ് ഈ ഗുഡ് സർവീസ് സെന്റർ നൽകുക? മുഖ്യമന്ത്രിയുടെ ഗൺമാന് നൽകുന്നുണ്ടോ? ഒപ്പം അംഗരക്ഷകർക്ക് നൽകുന്നുണ്ടോ? ഈ പോലീസ് ജീപ്പ് തല്ലി തകർത്തപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച ചില പോലീസുകാരുണ്ട്. മാത്രമല്ല, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ തക്കുടുവാവ എന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടി ആശ്രയിച്ച് പിടികിട്ടാപ്പുള്ളിയാണെന്ന് കോടതിയിൽ തന്നെ പോലീസ് പറഞ്ഞ ആളാണ്. അവരൊക്കെ അങ്ങനെ വളരെ ലാളിച്ച് പോലീസ് ജീപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കൊക്കെയാണോ ഈ ഗുഡ് സർവീസ് എൻട്രി എന്നതാണ് അറിയേണ്ടത്? അത് തന്നെയാണ്. കാരണം ആരൊക്കെയാണ് ഈ പട്ടികയിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പിടികിട്ടപ്പുള്ളി മറ്റ് കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ളവര് സംരക്ഷണം ഒരുക്കി കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ പോലീസ് വാഹനം പൊതുമുതലാണ് അത് നശിപ്പിച്ച SFI DYFI പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്കാണോ, അവിടെ പൂർത്തിയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണോ, അതൊക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും ശുപാർശ ഉടൻ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അരികിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഓരോ ജില്ലയിലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തില്ലാത്ത രീതിയിലുള്ള ഒരു പോലീസിന്റെ പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ഏകദേശം 30-35
നമ്മൾ കണ്ടത്. ശബരിമല സീസൺ ആണ്. അവിടെ ശബരിമലയിൽ പോലും രക്ഷാ ക്രമീകരണങ്ങൾ പോലീസിനെ ഒരുക്കാതെ നവകേരള സദസ്സിന് സംരക്ഷണവും സുരക്ഷയും ഒക്കെ ഒരുക്കിയതിനുള്ള ഒരു ഉപഹാരമായി തന്നെയാണ് കേരളത്തിലെ പോലീസ് സേനയ്ക്കായി ഇത്തരത്തിലൊരു ഗുഡ് സർവീസ് എൻട്രി എന്തായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പട്ടിക പുറത്തിറങ്ങും. മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഇതിൽ നടപടികൾ പോകുക. എന്തായാലും പോലീസ് തല്ലിച്ചതച്ച അല്ലെങ്കിൽ പോലീസായി മാറിക്കൊണ്ട് തല്ലിച്ചതച്ച പലരും ഇപ്പോഴും ആശുപത്രിയിൽ ചെറുക്കുകയാണ്. ഈ ക്രമസമാധാനവും ഒപ്പം തന്നെ നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കി അത് ഒരു പക്ഷേ പോലീസിന്റെ ഒരു സാധാരണ ചുമതലയാണ്, ഒരു സർക്കാർ പരിപാടിയാണ് എന്ന് അവർ അവകാശപ്പെടുന്ന പരിപാടിക്ക് ഉൾപ്പെടെ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ സ്വാഭാവികമായ നടപടിയാണ്. ആ നടപടിയെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർവീസ് നൽകാനുള്ള സർക്കാർ തീരുമാനം അതിനെ ഏത് രീതിയിലായിരിക്കും ഇനി പ്രതിപക്ഷം ഉൾപ്പെടെ എതിർക്കുക എന്നുള്ളതാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ഈ ഉപേക്ഷ സൂചിപ്പിച്ച ഉൾപ്പെടെയുള്ളവർ കോടതിയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു എഫ്ഐആർ ഇട്ട ഒരു പെൺമാർ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് നിൽക്കുന്നത്. ശാലിനി, ഇപ്പോൾ ചില പ്രേക്ഷകരൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് വികലാംഗനായ പ്രതിഷേധക്കാരെ തല്ലി ചതച്ച ഗൺമാന്മാർക്ക് 2 ഗുഡ് സർവീസ് എൻട്രിയും പറ്റുമെങ്കിൽ ക്യാഷ് അവാർഡും ഒക്കെ കൊടുക്കണമെന്നാണ്. അപ്പോൾ ജനങ്ങളൊക്കെ ഇതിനെ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. കാരണം ജനമൈത്രി പോലീസാണ് അല്ലെങ്കിൽ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന പോലീസ് സേന മാതൃകാപരമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പക്ഷേ നവകേരള സദസ്സിലുടനീളം നമ്മൾ കണ്ടത് ഒരുപക്ഷെ ആക്രമിക്കാൻ എത്തുന്നവരെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുകയും അവർ തന്നെ ഒരു പോലീസായി മാറിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലൊരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതെന്നൊക്കെ ആയിരിക്കാം ഇത്തരത്തിലൊരു പുരസ്കാരം സർക്കാർ നൽകാൻ പോകുന്നത്. എന്തായാലും വിമർശനങ്ങൾ ശക്തമാണ്. സമയത്ത് ഈ പട്ടിക ഔദ്യോഗികമായി ഉടൻ തന്നെ പുറത്തിറങ്ങും. എന്തായാലും നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്, പോലീസ് സേന ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇത്തരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പൊതുജനങ്ങളെ തല്ലിച്ചതച്ചാലും അതിനെ പേരിൽ പുരസ്കാരം എന്നതാണ് ഈ ADGPയുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉമേഷ്, ശാലിനി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഗുഡ് സർവീസ് സെൻറ്ററി ഒപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കൊക്കെ എല്ലാവർക്കും ഈ ഗുഡ് സർവീസ് സെൻറ്ററി കൊടുക്കാനാണോ അതോ എന്തെങ്കിലും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? അതെന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? നിലവിൽ ഔദ്യോഗികമായ ഉത്തരവിൽ പറയുന്നതിൽ അവരുടെ പ്രത്യേകിച്ച് ഈ റാങ്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ തന്നെ കൊടുക്കുകയാണ്. ഔദ്യോഗികമായ വ്യക്തത ഒരു പക്ഷേ 1 മണിക്കൂറിൽ മാത്രമേ വരികയുള്ളൂ. കാരണം ആർക്കൊക്കെയാണ്, കാരണം ആണെങ്കിൽ സേനയിലെ ഭൂരിപക്ഷം ആളുകൾക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും ഈ ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാം. കാരണം അത്രയധികം പോലീസാണ് ഈ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് പൊതുവേദികളിലും ഈ വേദികളിലും ഒക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അതോ സമാനമായി ഏതെങ്കിലും സ്പെഷ്യൽ ഉള്ള മാത്രമായിരിക്കും അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കുമോ? ഒപ്പം തന്നെ വാർത്തകളിൽ വാർത്താ ഉദ്യോഗസ്ഥർക്കാണോ എന്നുള്ളതും വരും മണിക്കൂറുകളിൽ വരും ദിവസത്തെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു നടപടിക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം സാമ്പത്തികമായി മുന്നോട്ട് പോവുകയാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും എന്നുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ഒരു നടപടി ഒരു പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ഗുഡ് സർവീസ് എൻട്രിയൊക്കെ കൊടുക്കുന്നത്. വലിയ മാറ്റമായ കേസുകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരങ്ങളും ഗുഡ് സർവീസ് എൻട്രിയും ഒക്കെ തന്നെ നൽകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു സർക്കാർ പരിപാടി എന്ന പേരിൽ ഒരു പാർട്ടി പരിപാടി നടത്തിയ പാർട്ടി പരിപാടിക്ക് ശിക്ഷ ഒരുക്കിയതിന്റെ പേരിൽ പോലീസ് നൽകുന്ന ആദ്യ സംസ്ഥാനമായി ഒരുപക്ഷെ കേരളം മാറാനുള്ള സാധ്യതയൊക്കെ എന്തായാലും മണിക്കൂറിൽ അറിയാം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കായിരിക്കും ഈ ഒരു ഗുഡ് സർവീസ് എൻട്രി. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയാക്കുകയാണ്. ഉമേഷ്, ഈ നേരത്തെ തുടക്കം സൂചിപ്പിച്ച പോലെ ഈ നവകേരള സദസ്സിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഡിവൈഎഫ്ഐക്കാരുടെ ഇടപെടലൊക്കെ പോലീസിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ, അത് CPMന്റെ കുടപിടിക്കുന്ന ഉദ്യോഗസ്ഥരല്ല, സാധാരണക്കാരായ അല്ലെങ്കിൽ നിഷ്പക്ഷരായ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ അസ്വസ്ഥതകളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അത്തരം അസ്വസ്ഥരായ ആളുകളെ തങ്ങളിലേക്ക് ചേർത്ത് വെക്കുക അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊരു തന്ത്രം കൂടി ഈ സർക്കുലറിന് പിന്നിലുണ്ടോ, ഈ അഭിനന്ദനത്തിന് പിന്നിലുണ്ടോ? ഉമേഷ്, അത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാർ നടത്തിയിട്ടുള്ള ഈ ഒരു നടപടികളെ പ്രകീർത്തിച്ചിട്ടുള്ളത്. വലിയ വിഭാഗം
സേനയ്ക്കുള്ളിൽ ഇതിന്റെ അമർഷം നിൽക്കുന്നുണ്ട്. അവർ വലിയ രീതിയിൽ പോലീസ് ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ഒരു വിമർശനമൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവരെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ നടപടിയായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ പോലീസ് തിരിച്ചടിയാകുമെന്നുള്ളത് അതിന്റെ വിലയിരുത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഗുഡ് സർവീസ് എൻട്രി നൽകിക്കൊണ്ട് അവരെയും ഒപ്പം നിർത്താമെന്നുള്ളത്. എന്തായാലും അത്തരത്തിൽ വിമർശിച്ചവർ ഈ പട്ടികയിൽ ഇടം നേടും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അതോ അവരെ വീണ്ടും കുത്തുനോവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ളൊരു നടപടിയാകുമോ, ഇഷ്ടക്കാർക്ക് മാത്രമായി ഒരു ഗുഡ് സർവീസ് എൻട്രി ഒതുക്കുമോ എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും കാത്തിരിക്കാം ആർക്കൊക്കെയാകും ഈ ഒരു ഗുഡ് സർവീസ് എൻട്രി ഉള്ളത് എന്നുള്ളത്. അതേസമയം തന്നെ ഒരു ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി ഒരു പോലീസിന്റെ ചരിത്രത്തിലൊരു പ്രധാന സംഭവമായി ഈ ഒരു ഗുഡ് സർവീസ് എൻട്രി കേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വിലയിരുത്തപ്പെടും എന്നതിൽ ഇല്ല. ഉമേഷ്, എന്തായാലും ശാലിനി, ഡിവൈഎഫ്ഐക്ക് എന്തെങ്കിലും അഭിനന്ദനങ്ങളോ ഗുഡ് സർവീസ് എൻട്രിയോ ഒക്കെ നൽകുന്നുണ്ടോ സർക്കാർ എന്നുകൂടിയാണ് അറിയേണ്ടിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ ചുമതല എന്തായാലും ഡിവൈഎഫ്ഐ ഒക്കെയാണ് ഏറ്റെടുത്തത്. പോലീസിനെ മറികടന്നുകൊണ്ട് ഡിവൈഎഫ്ഐ ആയിരുന്നു രക്ഷാപ്രവർത്തന ദൗത്യത്തിനൊക്കെ നേതൃത്വം നൽകി. അതുകൊണ്ട് ഇനി അത്തരത്തിലെന്തെങ്കിലും സർക്കുലർ കൂടി സർക്കാർ ഇറക്കുമെന്നത് കൂടി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നന്ദി ശാലിനി, വിശദമായ വിവരങ്ങൾ പങ്കുവച്ചതിന്. സംസ്ഥാന സർക്കാരിൻ്റെ ആദരം, അത് നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയ നവകേരള സദസ്സിന് നടത്തിപ്പിനായി കാവൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത സേവനം എന്താണ് എന്നതാണ് അവിടെ വലിയൊരു ചോദ്യമായി വരുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കാനുള്ള അനുവാദം നൽകിയതിനാണോ ഈ ഗുഡ് സർവീസ് എൻട്രിയും അഭിനന്ദനങ്ങളും ഒക്കെ എന്ന ചോദ്യമൊക്കെ ഉയരുന്നതിനും ആ കാര്യങ്ങൾക്കൊക്കെ വരുന്ന മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. അതിലേക്ക് ഒക്കെ പോകാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ ഡിവൈഎഫ്ഐക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആദരമോ ഗുഡ് സർവീസ് എൻട്രിയോ ഒക്കെ സർക്കാർ നൽകുന്നുണ്ടോ എന്നതും ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ വലിയ അത്ഭുതങ്ങളൊന്നും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല.